ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് RC7 അഡ്വഞ്ചർ കഫേയിലാണ് ഉള്ളത്. ഇവിടെ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് നമുക്ക് ഷബാസ് ബ്രോനോട് ചോദിക്കാം. ഹായ് ഹായ്. നമുക്കിവിടെ 2 ട്രാക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, 1/18 1/10. 1/18 എന്ന് പറയുമ്പോൾ ഈ 2 ട്രാക്കാണ് വരുന്നത് 1/18. ഓക്കെ. ഇപ്പൊ ജസ്റ്റ് ബിഗിനേഴ്സിനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ ഈ 1/18 ട്രാക്ക് ഫുള്ള് ചെയ്തേക്കുന്നത്. എന്നാൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് വേണ്ടത്: ഫോക്കസ്, കോൺസെൻട്രേഷൻ, പേഷ്യൻസ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ 2 ട്രാക്കിന് അത് തന്നെ വേണം, 1/10 വേണം 1/18. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 2 ട്രാക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 18 കുറച്ചുകൂടി ബിഗിനർ എന്നുള്ളൊരു ലെവലില് വണ്ടി എല്ലാ വഴിയും പോകും. എന്നാൽ നമുക്ക് റിവേഴ്സ് എടുത്ത് പതിയെ പേഷ്യൻസ് നമ്മുടെ അള്ളത്തിന് ശരിക്കും അതെന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്കത് വണ്ടി കയറത്തുള്ളൂ. അടിപൊളി. അത് തന്നെയാണ് നമുക്ക് 18 ട്രാക്കിൽ വരാം. 10 വരുമ്പോൾ നേരെ ഡിഫറെന്റാ. ശരിക്കും ട്രാക്ക് മനസ്സിലാക്കി മാത്രം വണ്ടി ഓടിക്കാൻ പറ്റും. A to Z ഓരോരോ ടെറൈൻ കഴിഞ്ഞ് അടുത്ത ടെറൈനിലോട്ട് വരുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. വണ്ടി ഓരോ ട്രാക്കും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈസ് ഉണ്ട്, ചില 3-4 പോയിന്റ്സ് ഉണ്ട്. വണ്ടി ഒട്ടും കയറത്തില്ല എന്ന് തന്നെ നമുക്ക് തോന്നും, പക്ഷെ എന്നാൽ കയറുകയും ചെയ്യും വണ്ടി. ഇപ്പൊ നമ്മ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന വണ്ടികളെല്ലാം ട്രാക്സസിന്റെ വണ്ടികളാണ്. നല്ല പെർഫോമൻസ് ഉള്ള വണ്ടികൾ തന്നെയാണ് നമ്മ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ആ വണ്ടികൾ ജസ്റ്റ് ഒന്ന് കണ്ടാലോ? പിന്നെ തീർച്ചയായിട്ടും പേഴ്സണൽ വണ്ടിയാ ബ്രോങ്കോ. ഇത് ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തതായിരുന്നു. പിന്നെ ഈ ഒരു പരിപാടി തുടങ്ങിയപ്പോ ഇതിനകത്തോട്ട് വെച്ചെന്നുള്ളൂ. ഇപ്പൊ അത്യാവശ്യം നല്ല സ്ക്രാച്ച് ആയി, 1 മാസമേ ആയുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഇതെല്ലാവർക്കും ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് ഈ ഹോബിയിലോട്ട് എല്ലാവരും എത്താന്നുള്ളതാണ് എന്റെ ഒരു. ഇപ്പൊ ഇത് TRX Sport 3 വരുന്നത്. എല്ലാം ഇത് കിടിലം വണ്ടിയാട്ടോ. നമ്മൾ ഇങ്ങനെ കാണണമെന്ന് വിചാരിക്കണ്ട. ട്രാക്സസിന്റെ ഏറ്റവും കുറഞ്ഞ വണ്ടിയാണെങ്കിൽ കൂടി നല്ല കേപ്പബിൾ ആ വണ്ടി. ഓടിക്കുമ്പോ ഇതിന്റെ എക്സ്പീരിയൻസ് എന്താന്നുള്ളത് ശരിക്കും മനസ്സിലാവുള്ളൂ. നമുക്ക് വേറൊരാളുടെ വണ്ടി കയറി പോകണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി കയറാതിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളല്ലേ, എന്തുകൊണ്ട് നമ്മുടെ വണ്ടി കയറിയില്ല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതാ ഇതിൽ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ട്രൈ ചെയ്തങ്ങാട്ട് നമ്മുടെ വണ്ടി കയറിയേ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലൊക്കെ വന്ന് നമ്മൾ ട്രൈ ചെയ്യും. മനസ്സിലായി. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഭയങ്കര എക്സ്പീരിയൻസ് ആ ബ്രോ. ഇതൊന്ന് ജസ്റ്റ് മറ്റേ സിനിമയിലൊക്കെ പറഞ്ഞ നിങ്ങളൊന്ന് കണ്ടു നോക്കുന്നൊക്കെ പറയണം. അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അപ്പൊ പിന്നെ അറിയാം നമുക്ക് ഇതിനകത്ത് എന്തെന്നാ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോണേന്നുള്ളതൊക്കെ. RC7 കഫേ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം കം ട്രൂ. വന്ന് ചെക്ക് ചെയ്യുക. ഞാൻ 20 മിനിറ്റ് ഓടിക്കുക, 1 മണിക്കൂർ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്നു. വർത്ത് ചെക്കിംഗ് ഔട്ട്.